സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പിന്റെ ATM സേവനങ്ങൾ ഉപയോഗിക്കൂ. ക്യൂവിനോട് ഗുഡ് ബൈ പറയൂ. സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പ് ATM കൗണ്ടർ. എനിവെയർ എനി ടൈം ബാങ്കിംഗ്. SBT ATM കാർഡിന്റെ മുൻവശത്തായി നിങ്ങളുടെ പേരും കാർഡ് നമ്പറും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാർഡിന്റെ പിറകുവശത്തായി കാണുന്ന മാഗ്നറ്റിക് സ്ട്രിപ്പിന് താഴെ നിങ്ങളുടെ ഒപ്പ് രേഖപ്പെടുത്തുവാനുള്ള സിഗ്നേച്ചർ കോളവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ATM കാർഡ് ഉപയോഗിച്ച് ഏത് ദിവസവും ഏത് സമയത്തും സുരക്ഷിതമായി എങ്ങനെ പണം പിൻവലിക്കാം എന്ന് മനസ്സിലാക്കാം. കൗണ്ടറിൽ പ്രവേശിക്കുന്നതിനായി കൗണ്ടറിന്റെ ഇടതുവശത്തുള്ള കാർഡ് സ്ലോട്ടില് നിങ്ങളുടെ ATM കാർഡ് നിക്ഷേപിച്ച് പുറത്തെടുക്കണം. ഉടൻ ഒരു പച്ച ലൈറ്റ് തെളിയും. മാഗ്നറ്റിക് സ്ട്രിപ്പ് അടിയിൽ വരത്തക്ക വിധം ശരിയായ രീതിയിൽ തന്നെ കാർഡ് നിക്ഷേപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാതിൽ തുറന്ന് അകത്ത് കയറിയാൽ കാണുന്ന ATM മെഷീന്റെ പ്രധാന ഭാഗങ്ങൾ പരിചയപ്പെടാം. പണം പിൻവലിക്കുന്നതിനുള്ള സൂചികകൾ തെളിയുന്ന സ്ക്രീൻ, വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള കീബോർഡ്, ബാങ്കിംഗ് വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ATM കാർഡ് നിക്ഷേപിക്കുന്നതിനുള്ള കാർഡ് സ്ലോട്ട്, പണം ശേഖരിക്കുന്ന ക്യാഷ് ഡിസ്പെൻസർ സ്ലോട്ട്, പിൻവലിച്ച പണത്തിന്റെ രേഖകൾ ലഭ്യമാക്കുന്ന റെസിപ്റ്റ് സ്ലോട്ട്, പണം പിൻവലിക്കുന്നതിനായി ATM മെഷീന്റെ ഇടതുവശത്തുള്ള കാർഡ് സ്ലോട്ടിൽ ഈ കാണുന്ന പ്രകാരം ശരിയായ രീതിയിൽ ATM കാർഡ് നിക്ഷേപിച്ച് പുറത്തേക്കെടുക്കുക. ഉടനെ സ്ക്രീനിൽ പല സൂചികകൾ തെളിയും. അതിൽ നിന്നും ബാങ്കിംഗ് തിരഞ്ഞെടുക്കുക. തുടർന്ന് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നിവയിൽ നിന്ന് ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കുക. അതിനുശേഷം 10നും 99നും ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ എന്റർ ചെയ്യുവാനുള്ള നിർദ്ദേശം ലഭിക്കും. ഇഷ്ടമുള്ള 2 അക്ക നമ്പർ കീബോർഡിൽ എന്റർ ചെയ്യുക. എന്റർ ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ തെളിയുമ്പോൾ യെസ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഉടനെ പിൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സ്ക്രീൻ തെളിയും. നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും ലഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന പിൻ നമ്പർ കീബോർഡിൽ എന്റർ ചെയ്യുക. ശരിയായ പിൻ നമ്പർ എന്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇടപാട് ഏതെന്ന് തീരുമാനിക്കേണ്ടുന്ന സ്ക്രീൻ തെളിയും. പണം പിൻവലിക്കുന്നതിനായി വിഡ്രോവൽ ബട്ടൺ പ്രസ് ചെയ്യുക. സ്ക്രീനിൽ കറന്റ് അക്കൌണ്ട്, സേവിംഗ് അക്കൌണ്ട് എന്ന ഓപ്ഷനുകൾ തെളിയും. അതിൽ നിന്നും നിങ്ങളുടെ അക്കൌണ്ട് തിരഞ്ഞെടുക്കുക. ഇനി നിങ്ങളുടെ അക്കൌണ്ടിൽ നിന്നും പിൻവലിക്കുവാൻ ഉദ്ദേശിക്കുന്ന തുക എത്രയെന്ന് കീബോർഡിൽ ടൈപ്പ് ചെയ്യുക. എന്റർ ചെയ്ത തുക സ്ക്രീനിൽ തെളിയുമ്പോൾ യെസ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഏതാനും നിമിഷങ്ങൾക്കകം നിങ്ങളുടെ പണം ക്യാഷ് ഡിസ്പെൻസർ സ്ലോട്ടിലൂടെ പുറത്തേക്ക് വരും. അതോടൊപ്പം ഒരു ബീപ്പ് ശബ്ദവും കേൾക്കുവാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പണം കൈപ്പറ്റാവുന്നതാണ്. ഇതോടൊപ്പം നിങ്ങൾ ഇപ്പോൾ നടത്തിയ പണമിടപാടിന്റെ റെസീപ്റ്റ് സ്ലോട്ടിലൂടെ പുറത്തേക്ക് വരും. ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ഒരു കാരണവശാലും രസീതുകൾ ATM കൗണ്ടറിനുള്ളിൽ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രസീത് ആവശ്യമില്ലെങ്കിൽ കൗണ്ടറിനുള്ളിലുള്ള റെസിപ്റ്റ് ബിന്നിൽ ഉപേക്ഷിക്കാവുന്നതാണ്. ഇടപാട് പൂർത്തിയാക്കി പുറത്തേക്കിറങ്ങുമ്പോൾ ATM കാർഡ് തിരികെ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ATM കൗണ്ടറിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ കൗണ്ടറിന്റെ വാതിലിനരികെയുള്ള എക്സിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കി കാലതാമസം കൂടാതെ അനായാസമായി പണം പിൻവലിക്കുവാൻ SBT ATM സൗകര്യം പ്രയോജനപ്പെടുത്തൂ. നിങ്ങൾ നടത്തുന്ന ഓരോ ഇടപാടിനെയും കുറിച്ചുള്ള SMS അലർട്ടുകൾ ലഭിക്കുവാൻ ബാങ്കിന്റെ ബ്രാഞ്ചിലോ ATMലൂടെയോ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുക. ഓരോ ഇടപാടും ശ്രദ്ധയോടും കരുതലോടും നടത്തുക. സ്റ്റേറ്റ് ബാങ്ക് ഗ്രൂപ്പ് ATM വഴി പിൻവലിക്കാവുന്ന പരമാവധി തുക ഇപ്രകാരമാണ്. ATM കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി SBT ATM കൗണ്ടർ തന്നെ ആദ്യ തവണ ഉപയോഗിക്കുക. ATM കം ഡെബിറ്റ് കാർഡ്. അറിഞ്ഞിരിക്കേണ്ട വസ്തുതകൾ: ആദ്യത്തെ ഉപയോഗത്തിന് ശേഷവും ഇടയ്ക്കിടെയും പിൻ നമ്പർ മാറ്റുവാൻ ശ്രദ്ധിക്കുക.
പിൻ നമ്പർ കാർഡിനൊപ്പമോ കാർഡിൽ തന്നെയോ എഴുതി സൂക്ഷിക്കാതിരിക്കുക. പിൻ നമ്പർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ് അഭികാമ്യം. ATM, POS ടെർമിനലുകളിൽ പിൻ നമ്പർ എന്റർ ചെയ്യുമ്പോൾ മറ്റാരും കാണാതെ മറച്ചു പിടിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടപാടുകൾ നടത്തുമ്പോൾ മറ്റുള്ളവരെ ATM കൌണ്ടറിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുത്. അപരിചിതരുടെ സഹായം തേടാതിരിക്കുകയും ചെയ്യുക. ഇടപാടുകൾ നടക്കുന്നതിനിടെ തടസ്സമോ താമസമോ നേരിടുകയാൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുകയാണെങ്കിലോ അഥവാ ഇടപാടുകൾ പൂർത്തീകരിച്ചതിന് ശേഷമോ ക്യാൻസൽ അല്ലെങ്കിൽ ക്ലിയർ ബട്ടൺ അമർത്തിക്കഴിഞ്ഞ് ATMൽ വെൽക്കം സ്ക്രീൻ തെളിയും വരെ മെഷീൻ വിട്ട് പോവാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്കൾ രേഖപ്പെടുത്തിയ പിൻ നിലനിൽക്കെ മറ്റൊരാൾക്ക് താങ്കളുടെ അക്കൌണ്ടിൽ ഇടപാടുകൾ നടത്തുവാൻ ഈ അവസരത്തിൽ ശ്രമിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പുതിയ കാർഡ് ലഭിക്കുകയാണെങ്കിൽ പഴയ കാർഡ് നശിപ്പിക്കുക. ഹോട്ടലുകളിലും ഷോപ്പിംഗ് മാളുകളിലും നിങ്ങളുടെ സാമീപ്യത്തിൽ മാത്രം കാർഡ് സ്വൈപ്പ് ചെയ്യാൻ അനുവദിക്കുക. അപരിചിതമായ ഉപകരണങ്ങളോ കണക്ഷനുകളോ ATMൽ കാണുകയാണെങ്കിൽ ഇടപാട് നടത്താതിരിക്കുക. നിങ്ങളുടെ അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുവാൻ ശ്രദ്ധിക്കുക. ATM കാർഡ് കളഞ്ഞു പോകുകയാണെങ്കിൽ ഉടൻ കാർഡ് ബ്ലോക്ക് ചെയ്യുവാൻ വിളിക്കുക 1800-425-3800. നിങ്ങളുടെ ATM പിൻ നമ്പർ മറ്റാരുമായും വെളിപ്പെടുത്താതിരിക്കുക. ബാങ്കിനോടോ IBA, RBI, മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളോടോ നിങ്ങളുടെ പിൻ നമ്പർ വെളിപ്പെടുത്തേണ്ടതായിട്ടില്ല.